بسم الله الرحمن الرحيم. والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان ما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووجدك عائلا فأغنى. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാനും വിമർശിക്കാനും സമയം കണ്ടെത്തുന്ന പാശ്ചാത്യരും അവരുടെ കൊഴലൂത്തുകാരുമായ ആളുകൾ പറയുന്ന ആക്ഷേപങ്ങളിൽപ്പെട്ട ഒരാക്ഷേപമാണ് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ സമ്പത്ത് കണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം ചെയ്തത് എന്ന് ഒരാരോപണം ഈ പാശ്ചാത്യർ നടത്താറുണ്ട്. അതിന്റെ കുഴലൂത്തുകാരായ നമ്മുടെ നാട്ടിലും പലരും ഏറ്റു പറയാറുമുണ്ട്. അതിന്റെ വസ്തുത ചരിത്രപരമായി മനസ്സിലാക്കാനാണ് കഴിഞ്ഞ ആഴ്ച നമ്മളത് ഇത്രയും പറഞ്ഞത്. ഒരിക്കൽ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയോട് അങ്ങോട്ട് വിവാഹം അന്വേഷിക്കാൻ പോവുകയോ അങ്ങനൊരു ചിന്ത ആ മനസ്സിൽ കയറുകയോ ചെയ്തിട്ടില്ല. അതായിരുന്നില്ല അവിടുത്തെ ചുറ്റുപാടും. അബ്ദുൽ മുത്തലിബിന്റെ പ്രിയപ്പെട്ട പൗത്രൻ മക്ക മുഴുവനും അല്ല അറബി ലോകം മൊത്തം അൽ അമീൻ എന്നും അസ്സാദിഖ് എന്നും ഓമനപ്പേരിട്ട് വിളിച്ചിരുന്ന സർവാംഗീകാരം ലഭിച്ച മഹാൻ, വ്യക്തിത്വത്തിലും സ്വഭാവഗുണത്തിലും ബാഹ്യ സൗന്ദര്യത്തിലും ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത, ലോകത്തെ ഏറ്റവും ഉയർന്ന ഗോത്രങ്ങളിൽപ്പെട്ട ഖുറൈശി ഗോത്രത്തിലെ ബനൂ ഹാഷിം വംശത്തിലെ അബ്ദുൽ മുത്തലിബിന്റെ പേരപുത്രന് അറബി ലോകത്തെ ഏത് കുലീന തറവാട്ടിൽ നിന്ന് വേണമെങ്കിലും ഏത് പെൺകുട്ടിയെയും വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു അറബികൾ. ആ സാഹചര്യത്തിൽ തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ളതും 2 ഭർത്താക്കൾ നേരത്തെ വിവാഹം കഴിച്ചതും അവരിൽ 4 സന്താനങ്ങൾ ജനിക്കുകയും ചെയ്ത ഒരു മധ്യവയസ്കയായ വിധവയെ വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ഇല്ല. മറിച്ച് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അല്ലാഹു അവർക്ക് വെച്ച മഹത്തായ സൗഭാഗ്യം, അതിന് അവർ അർഹയാകാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ചില കാരണങ്ങളാണ് മഹദി അവർക്ക്. നേരത്തെ നാം പറഞ്ഞല്ലോ, വിവിധ കാരണങ്ങളാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയും ആ പ്രതീക്ഷിച്ച വ്യക്തി തിരുനബി തങ്ങളാണ് എന്ന് ഏകദേശം അവരുടെ കുശാഗ്ര ബുദ്ധി കൊണ്ടും അന്വേഷണ തൃഷ്ണ കൊണ്ടും മനസ്സിലാക്കാൻ സാധിച്ചതിൽ എങ്കിൽ ആ സൗഭാഗ്യം തനിക്ക് ലഭിക്കണം എന്ന ഉത്കടമായ അഭിലാഷം കാരണം അവരിങ്ങോട്ട് അന്വേഷണം നടത്തുകയായിരുന്നു. അതിന്റെ ചില നിമിത്തങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. ബുദ്ധിമാനും പ്രാപ്തനുമായ മൈസറത്തിനെ കൂടെ അയക്കുമ്പോൾ തന്നെ നേരത്തെ താൻ പ്രതീക്ഷിക്കുന്ന വാഗ്ദത്ത പ്രവാചകനാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഈ വ്യക്തിയുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ കൽപ്പിക്കുകയും അത് അദ്ദേഹം ശ്രദ്ധാപൂർവം മനസ്സിലാക്കി ഇവിടെ വന്ന് പറയുകയും ചെയ്ത വിവരം നാം പറഞ്ഞു. മാത്രമല്ല, വിവരം പറഞ്ഞതിന് പുറമെ അവരുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും കുടുംബവും വീട്ടിന്റെ മുകളിൽ കയറി ആ വരവ് നേരിൽ തന്നെ കാണുകയും സൂര്യൻ കത്തിജ്വലിക്കുന്ന സമയത്ത് അവിടുത്തെ തലക്ക് മുകളിലൂടെ ഒരു കുടക്ക് സമാനം മേഘം സഞ്ചരിക്കുന്നത് നേരിൽ തന്നെ കാണുകയും ചെയ്ത ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ മൈസറത്തിന്റെ വിവരണവും കൂടി കേട്ടപ്പോൾ അവരുടെ മനസ്സ് ആകെ തുടികൊട്ടുകയാണ്. കൊല്ലങ്ങളായി താൻ താലോലിക്കുന്ന തന്റെ മനസ്സിലെ അഭിലാഷം ഈ മഹാവ്യക്തിത്വത്തിലൂടെ
വെളിപ്പെടാൻ പോകുന്നു എന്ന സന്തോഷം. അതേ സമയത്ത് പ്രായം കൊണ്ട് ഒരുപാട് അന്തരമുണ്ട്. മഹാനവർകളാണെങ്കിൽ തീരെ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരനാണ്. താൻ മുമ്പ് 2 പ്രാവശ്യം വിവാഹിതയായ 4 മക്കളുടെ മാതാവായ ഒരു വിധവയാണ്. മധ്യവയസ്കയായ ഒരു വിധവയായ തനിക്ക് ഈ സൗഭാഗ്യം എങ്ങനെ കൈവരും? ഈ കാര്യം അവരുടെ മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടിരുന്നു. അസ്വസ്ഥചിത്തയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ പ്രവർത്തനത്തിൽ, നീക്കങ്ങളിൽ സംശയാലുവായ കൂട്ടുകാരി നഫീസ ബിന്ത് മുഞ്ഞ, ചില നഫീസ ബിന്ത് മുനബ്ബെ. നഫീസ എപ്പോഴും സന്തത സഹചാരിണിയാണ്, കൂട്ടുകാരിയാണ്, എല്ലാ സ്വകാര്യങ്ങളും പരസ്പരം കൈമാറുന്നവരാണ്. വളരെ പെട്ടെന്ന് നഫീസയ്ക്ക് മനസ്സിലായി, പ്രിയപ്പെട്ട ഖദീജയുടെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്. സാധാരണഗതിയിൽ ലോകം അട്ടിമറിയുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സമചിത്തതയോടെ പെരുമാറുന്ന ഖദീജയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ എന്തോ സംശയകരമായ ഒരു മൗനം. കുശാഗ്രബുദ്ധിയായ നഫീസ അടുത്തുകൂടി ചോദിച്ചു, ഖദീജ നിനക്കെന്തേ? ആദ്യം സ്ത്രീ സഹജമായ നാണം കൊണ്ട്, ലജ്ജ കൊണ്ട് അവരൊഴിഞ്ഞു മാറി. ഒന്നുമില്ല. നഫീസ വിട്ടില്ല, നീ അങ്ങനെ പറയരുത്. നിന്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്. നിന്നെ എനിക്ക് കൊല്ലങ്ങളായി പരിചയമുണ്ട്. സന്തോഷത്തിലും ദുഃഖത്തിലും പ്രശ്നത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ നാം ഒന്നിച്ച് ജീവിച്ചവരാണ്. നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും പറയണം. നിന്നെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് എന്നെനിക്കറിയാം. നഫീസ നിർബന്ധിച്ചപ്പോൾ തന്റെ ഈ പ്രശ്നം ആരുടെയെങ്കിലും ഒരാളുടെ മുന്നിൽ എടുത്തു വെക്കാൻ നിവൃത്തിയില്ല. ആരോട് പറയും? അപ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റിയത്. നഫീസയുടെ നിർബന്ധപൂർവമുള്ള അന്വേഷണത്തിൽ തന്റെ മനസ്സ് മഹദിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ മറ്റൊന്നുമല്ല, അല്ലമീനിൽ ഞാൻ ചില പ്രതീക്ഷകൾ വെക്കുന്നുണ്ട്. നിങ്ങളാരും മനസ്സിലാക്കാത്ത ചില രഹസ്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ുമായി ഒരു വിവാഹബന്ധം നടക്കുന്നെങ്കിൽ ഞാനത് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. പക്ഷേ അതെങ്ങനെ ഈ വിഷയം പുറത്തിടും? അല്ലമീനോട് ഈ വിഷയം ആര് പറയും? ഇതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. ബുദ്ധിമതിയായ നഫീസ പറഞ്ഞു, ഇതിന് നീ അത്രയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നിനക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയം ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം. എങ്കിൽ നീ അത് മാന്യമായ നിലക്ക് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരിയെ മഹദിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അന്വേഷണക്കാരൻ ഏൽപ്പിച്ചു. അന്വേഷിച്ച് ചെന്ന നഫീസ ഒറ്റയ്ക്കിരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അന്നത്തെ അഭിവാദ്യമാകുന്ന രീതിയാവുന്ന അന്നിമൂമസാൻ ആണ് അന്നത്തെ. അന്ന് അസ്സലാമു അലൈക്കും വന്നിട്ടില്ലല്ലോ, അത് ഇസ്ലാമിന്റെ സംബോധന. അങ്ങനെ അഭിവാദ്യം ചെയ്തു. അടുത്തു വന്നു പറഞ്ഞു, അല്ല, നിങ്ങൾ 10-25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, നല്ല കുടുംബസ്ഥിതിയും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയ നിങ്ങൾക്ക് എന്തോ ഒരു കല്യാണം കഴിച്ചുകൂടെ? കല്യാണം കഴിക്കണമെങ്കിൽ സാമ്പത്തികമായ ചെലവുണ്ടല്ലോ. അതിനുവേണ്ട സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. അതാണ് എനിക്ക് തടസ്സം. അപ്പൊ സമ്പത്തും കുലീനമായ തറവാടും അന്തസ്സും എല്ലാം ഒത്തിണങ്ങുന്ന ഒരു യുവതിയെ വിവാഹം കഴിക്കാൻ അവരിങ്ങോട്ട് തന്നെ തയ്യാറാവുന്നു എങ്കിൽ സാമ്പത്തികമായ പ്രശ്നം അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേ വാക്ക് കൊടുത്തൂടെ? അങ്ങനെ ഒത്തുവരുന്നെങ്കിൽ വാക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. എങ്കിൽ ഖുവൈലിദിന്റെ പുത്രി ഖദീജ നിങ്ങളെ ഭർത്താവായി ലഭിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നീ കാര്യം എന്റെ പിതൃവ്യനോട് പോയി പറയണം. വാപ്പില്ലല്ലോ.
ഉള്ളത് മൂത്താപ്പയാണ് അബൂ താലിബ്. അത് സന്തോഷത്തോടു കൂടി ഇതേ നഫീസ തന്നെ മഹാനായ അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട് ഈ വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം കുടുംബം സാമ്പത്തികമായി വലിയ പരാധീനതയിലാണ്. അതോടുകൂടി അബ്ദുൽ മുത്തലിബിന്റെ പേരമകനെ ചെറുകിടയിൽ ഏതെങ്കിലും ഗോത്രത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലോ കെട്ടിച്ചുകൂടല്ലോ. തറവാടിത്വത്തിന്റെ മഹത്വത്തിനും പ്രതാപത്തിനും ഒക്കെ അനുസരിച്ച് വേണ്ടേ. എല്ലാം കൊണ്ടും യോജിക്കുന്ന അബ്ദുമനാഫിന്റെ മക്കളിൽപ്പെട്ട ഹുവൈലിദിന്റെ മകൾ ഖദീജയാണെങ്കിൽ എന്തുകൊണ്ടും യോജിപ്പ് തന്നെ. അവർക്കത് സന്തോഷമാണെങ്കിൽ നമുക്ക് സന്തോഷം തന്നെ. അനുകൂലമായ മറുപടിയുമായി നഫീസ മഹദിയായ ഖദീജ റളിയല്ലാഹു തആലയെ സമീപിച്ചു. അൽ-അമീനിന്റെയും പിതൃവിന്റെയും അനുകൂല മറുപടി കേട്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. അങ്ങനെ കല്യാണത്തിന്റെ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും തകൃതിയായി നടക്കുകയും കല്യാണ ദിവസം നിശ്ചയിക്കപ്പെടുകയും മഹാനായ അബൂ താലിബ്, ബഹുമാനപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് തുടങ്ങി അവിടുത്തെ പിതൃവ്യന്മാരും കുടുംബത്തിലെ പ്രമുഖരും ഒന്നിച്ച് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഹാജരാവുകയും അവിടെ ഗോത്രത്തിലെ പ്രമുഖരൊക്കെ ഒത്തുകൂടുകയും ചെയ്ത സ്ഥലത്ത് ആദ്യമായി വറഖത്ത് ബിൻ നൗഫൽ, യഥാർത്ഥത്തിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ പിതാവില്ലെങ്കിലും പിതൃവ്യനുണ്ട്. അംർ ബിൻ അസദ് ജീവിച്ചിരിപ്പുണ്ട്. എങ്കിലും വിവാഹത്തിന്റെ ആമുഖമായി നടക്കേണ്ട ഖുതുബ നിർവഹിച്ചത് വറഖത്ത് ബിൻ നൗഫൽ ആയിരുന്നു. കാരണം അദ്ദേഹം നേരത്തെ നാം പറഞ്ഞതുപോലെ ഇങ്ങനെ വളരെയേറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായി എപ്പോഴും ആശയവിനിമയം നടത്തുന്നവരുമാണ്. കഴിഞ്ഞ പ്രാവശ്യം നാം പറഞ്ഞു. അദ്ദേഹം വിവാഹത്തിന് വേണ്ട ഖുതുബ നിർവഹിച്ചു കഴിഞ്ഞു. നിക്കാഹിന്റെ ഈജാബ് വാചകവും അദ്ദേഹം പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, വറഖത്ത് ബിൻ നൗഫൽ അതിന് യോഗ്യം തന്നെ. പക്ഷേ ഇക്കുവര്യത്തിൽ ഖദീജയുടെ പിതൃവ്യൻ അംർ ബിൻ അസദ് കൂടി ഭാഗവാക്കാകണം എന്നതാണ് എന്റെ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അംർ ബിൻ അസദ് ഈജാബിന്റെ വാചകം ഉച്ചരിച്ച് നിക്കാഹ് കർമ്മം നിർവഹിക്കുകയുണ്ടായി. സമുചിതമായി മഹാനായ അബ്ദുൽ മുത്തലിബ് അവരുടെ നബിതങ്ങളുടെ ഭാഗത്ത് നിന്ന് ഖുതുബ നിർവഹിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിക്കാഹ് കബൂൽ ചെയ്യുകയും ചെയ്തു. 12 യാത്ര ചെയ്യാൻ യോഗ്യരായ യൗവനത്തിലുള്ള 12 ഒട്ടകങ്ങളും 400 ദീനാറുമായിരുന്നു മഹറായി നിശ്ചയിച്ചിരുന്നത്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയും ചെയ്തു. ചില ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തത് ഹുവൈലിദ് തന്നെയെന്ന്. പക്ഷേ അത് ചരിത്രപരമായ അന്വേഷണത്തിൽ സത്യസന്ധമല്ല. കാരണം ഹുവൈലിദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിന്റെയൊക്കെ മുമ്പ് ഹർബുൽ ഫിജാർ എന്ന പേരിൽ ഒരു യുദ്ധം നടന്നിരുന്നു. ഈ ഹർബുൽ ഫിജാറിൽ കൊല്ലപ്പെട്ടവരിൽപ്പെട്ടവരാണ് ഹുവൈലിദ്, അതുപോലെ തന്നെ തന്റെ മകൻ ഹിസാം, അവരൊക്കെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ്. ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് ഹുവൈലിദ് ജീവിച്ചിരിപ്പില്ല. സഹോദരൻ അംറാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. ഈ അംറാണ് യഥാർത്ഥത്തിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്തു കൊടുത്തത് എന്നതാണ് ശരിയായ ചരിത്രം. അങ്ങനെ ആ നിക്കാഹ് നടന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുചിതമായി സദ്യ നൽകി കല്യാണം അങ്ങനെ നടന്നു. പിന്നീട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതത്തിൽ തിരുനബി തങ്ങളുടെ രാവും പകലും നടക്കുന്ന ഓരോ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. കാരണം
വാഗ്ദത്ത പ്രവാചകൻ ഇദ്ദേഹം തന്നെ ആകുമോ എന്ന് ഉറപ്പുവരുത്തുക. എന്തുകൊണ്ട്? തന്റെ വിശ്വാസം അത് അബദ്ധത്തിൽ കുടുങ്ങരുത്. എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടതിനനുസരിച്ച് എടുത്തു ചാടുക എന്നത് ഒരു തന്റേടിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശരിയല്ല. അങ്ങനെ ഓരോ നീക്കങ്ങളും വാക്കുകളും പ്രവൃത്തികളും സ്വഭാവങ്ങളും മുഴുവനും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസം തോറും തന്റെ വിശ്വാസം കൂടുതൽ ദൃഢപ്പെട്ട് ശക്തിപ്പെട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. കാരണം അതിനനുഗുണമായിക്കൊണ്ടാണ് അവിടുത്തെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചതോടുകൂടി കച്ചവടത്തിന്റെ നേതൃത്വം ഉത്തരവാദിത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തന്റെ വീടും ഭരിച്ചുകൊണ്ട് ഒരു വീട്ടമ്മ എന്ന നിലയിലേക്ക് ബഹദിയായിരിക്കും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഒതുങ്ങി ജീവിച്ചു. കാരണം വലിയ ഉത്തരവാദിത്വം തന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടുകൂടി നേരത്തെ ഭർത്താവില്ല, മക്കളൊക്കെ ചെറുതായതുകൊണ്ട് അവർ തന്നെ ഈ കച്ചവട സാമ്രാജ്യം നേരിട്ട് ഭരിക്കുകയായിരുന്നു. ഇന്നതിന്റെ ആവശ്യമില്ല. എല്ലാം കൊണ്ടും യോഗ്യനും വിശ്വസ്തനും പ്രാപ്തനുമായ തന്റെ പ്രിയപ്പെട്ട അല്ലമീൻ എല്ലാം നോക്കി നടത്തും. കുറച്ചു കാലത്തിനുള്ളിൽ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹക്ക് അല്ലാഹു മഹത്തായ സൗഭാഗ്യം നൽകി. 2 ആൺമക്കളും 4 പെൺമക്കളുമായി 6 മക്കൾ അവർക്ക് ജനിച്ചു. അപ്പൊ ആ വീടിന്റെ അന്തരീക്ഷം നമ്മളൊന്ന് പഠിക്കണം. ഒരു വലിയ വീടാണ്. നേരത്തെ 4 മക്കള്. ആദ്യത്തെ ഭർത്താവിൽ അത്തീഖ് ബിൻ ആയിദിൽ മഖ്സൂമി, അദ്ദേഹത്തിൽ ഹിന്ദ് എന്ന പേരിൽ ഒരു മകള് ജനിച്ചു, ഒരു പെൺകുട്ടി. പിന്നെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അബൂഹാല, അദ്ദേഹത്തിന്റെ പേര് ഹിന്ദ് എന്നാ, അബൂഹാല എന്നാ വിളിക്കുന്നെങ്കിലും ഹിന്ദ് ബിൻ നബ്ബാസ് തമീമി, ബനു തമീമ് ഗോത്രക്കാരനായ ഹിന്ദ് ബിൻ നബ്ബാസ് ആണ് അബൂഹാല എന്ന പേരിൽ അറിയപ്പെട്ടത്. അദ്ദേഹമാണ് രണ്ടാമത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചിരുന്നത്. അതിൽ 3 മക്കളുണ്ട്. ഒന്ന് ഹാല, മകൻ. അങ്ങനെ കേൾക്കും നിങ്ങള്. ഹാല ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. ഖദീജ ബീവിന്റെ തന്നെ ഉമ്മാമാന്റെ പേര് ഹാലയാണ്. ഖദീജ ബീവിന്റെ ജ്യേഷ്ഠത്തിന്റെ പേര് ഹാലയാണ്. മകന്റെ പേരും ഹാലയാണ്. പിന്നെ ഫാഹിർ എന്ന പേരിൽ മറ്റൊരു മകൻ, ഹിന്ദ് എന്ന പേരിലൊരു മകൻ. ഹിന്ദ് എന്ന് പറഞ്ഞൊരു മോള് നേരത്തുണ്ട്. അത് 2 ആണിനും പെണ്ണിനും ഉപയോഗിക്കുന്ന അങ്ങനെ കുറെ പേരുകളുണ്ട് അറബിയിൽ. 2 കൂട്ടർക്ക് ഒരുപോലെ ഉപയോഗിക്കും. ഹംസ എന്ന് പറഞ്ഞാൽ ആണിനും ഉപയോഗിക്കും പെണ്ണിനും ഉപയോഗിക്കും. ഹിന്ദ് എന്ന് പറഞ്ഞാൽ ആണിനും ഉപയോഗിക്കും പെണ്ണിനും ഉപയോഗിക്കും. ഹാല എന്നത് ആണിനും ഉപയോഗിക്കും പെണ്ണിനും ഉപയോഗിക്കും. അങ്ങനത്തെ കുറെ പേരുകളുണ്ട്. അതിൽപ്പെട്ടതാ. അങ്ങനെ ഹാല, താഹിർ, ഹിന്ദ്. ഇത് ഹിന്ദ് മകനാണ്. ആദ്യം പറഞ്ഞ ഹിന്ദ് മകളാണ്. ഈ ഹിന്ദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൽക്കാലത്ത് ഏറ്റവും നന്നായി അംഗപ്രത്യാംഗ വർണ്ണന നടത്തിയ മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവരുടെ അമ്മാവനാണല്ലോ. ഉമ്മാന്റെ മോനാണ്, അവരുടെ അമ്മാവനാണ്. ഈ ഹിന്ദ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നബി തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഹിന്ദു ചെറിയ കുട്ടിയാവുമ്പോൾ നന്നായി ഇടപഴകുകയും ശരിക്കും ശ്രദ്ധിക്കുകയും ചെയ്യാൻ പറ്റും. നബി തങ്ങൾക്കൊരു ഹൈബത്ത് ഉണ്ടായിരുന്നു. അത് നുബുവത്തിന് ശേഷമല്ല, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലാതെ ആ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഒരാൾക്കും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടേ അവിടെ നിൽക്കുക. അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് അവിടെ കോപിക്കുക. ആ കോപിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ മുഖത്തെ അഭിമുഖീകരിക്കാൻ കഴിയുമായിരുന്നില്ല. കോപിക്കാതെ തന്നെ മൗനമായി നിശബ്ദനായി ഇരിക്കുന്ന സമയത്ത് ആ മുഖത്തേക്ക് നോക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. അതിൽ 2 ആള് മാത്രമേ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ആ 2 മനുഷ്യന്മാര് മാത്രം നബി തങ്ങൾ നിശബ്ദനായിരിക്കുന്ന സമയത്തും അവിടത്തെ അഭിമുഖീകരിക്കും, സംസാരിക്കും. ബാക്കിയുള്ള ഒരു സഹാബി വനിത എന്തോ ഒരു സങ്കടം അപരാധി ബോധിപ്പിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് വരാൻ നബി തങ്ങൾ എന്തോ ചിന്താമഗ്നനായി ഇങ്ങനെ നിശബ്ദനായിരിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ വരുന്നത് നിബിധങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പക്ഷെ അവര് നേരെ നിബിധങ്ങളുടെ അടുത്തേക്ക് നോക്കി ഇങ്ങോട്ട് വന്നത് പരമാർത്ഥം
ആ നിപ്പിൽ നിന്നിട്ട് വിറക്കാൻ തുടങ്ങി. മൂത്തേക്ക് നോക്കിയാല് പെട്ടെന്ന് ഇങ്ങോട്ട് വിറച്ചിട്ട് നിപ്പിൽ ഇങ്ങനെ കിടുകിട വിറക്കുക. പെട്ടെന്ന് നിബിതങ്ങൾ ഉയർന്ന് നോക്കുമ്പോ ഒരു സ്ത്രീയുടെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വിറക്കുന്നു. പെട്ടെന്ന് നിബിതങ്ങൾക്ക് സംഗതി മനസ്സിലായി. ആ ഗാംഭീര്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയിരുന്ന അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടകളായി ഒരൊറ്റ സ്ത്രീ നിബിതങ്ങളെ പ്രേമിക്കാൻ വന്നിട്ടില്ലല്ലോ. നോക്കിയാ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം തമ്മിൽ ചേർത്ത് നോക്കുമ്പോൾ എങ്ങനെ നിൽക്കുന്നു? അത് യൂസുഫ് നബി അലൈഹി സ്വലാമിന് ആദം നബി അലൈഹി സ്വലാമിന്റെ ഭൗതി സൗന്ദര്യമുള്ളത്. ലോകത്തെ സൗന്ദര്യത്തിന്റെ ഭൗതി എന്ന ആൾക്കാർ പറയാ. അത് ഈ ലോകം ഏതാണെന്ന് തിരിയാനിട്ടാണ്. അതായത് അള്ളാഹുത്തെ ഏറ്റവും സുന്ദരനായി പഠിച്ച ആണും പെണ്ണും ആദം നബിയും ഹവ്വാ ബീവിയുമാണ്. ആ ഹവ്വാ ബീവിന്റെ സൗന്ദര്യത്തിന്റെ ഭൗതി സൗന്ദര്യമുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പത്നിയായിരുന്ന ബീവി സാറ, ആദ്യത്തെ പത്നി. ഹവ്വാ ബീവിന്റെ ഭൗതി സൗന്ദര്യമല്ലേ യൂസുഫ് നബിക്ക് സമാനം പെണ്ണുങ്ങളെ കൂട്ടത്തിൽ. എന്നതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അർദ്ധ സൗന്ദര്യം ലഭിച്ച പുത്രനാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമല്ല. അത് സമ്പൂർണമായ ഒരു സൗന്ദര്യം, റബ്ബിന്റെ നൂറാനിയത്തിൽ പ്രത്യേകം കൊടുത്ത സൗന്ദര്യമാണ്. അതിൽ ആർക്കും എന്തില്ല, ഷെയർ ഇല്ല. അത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായിട്ട് ആയിഷ റളിയല്ലാഹു തആല എന്നെ ഒരിക്കൽ ഇങ്ങനെ മൂത്ത് നോക്കിയിട്ട് പറയാ, ലൗ റഅയ്നാ ജബീനഹു ലഅസർന ബിൽഖത്ഇൽ ഖുലൂബ അലൽ ലൈദി. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അഭൗമമായ സൗന്ദര്യം ആസ്വദിച്ച മിസ്രിലെ സുന്ദരികളായ യുവതികൾ ആ സൗന്ദര്യത്തിൽ ലയിച്ചുപോയി അവരുടെ കരങ്ങൾ ഛേദിച്ചെങ്കിൽ ആ മിസ്രിലെ സുന്ദരികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭൗമമായ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ആ വദനം ദർശിച്ചാൽ അറ്റാക്ക് ഉണ്ടായി മരിക്കും, കൈമുറിക്കാൻ ആളുണ്ടാവില്ല. എങ്കിൽ എന്തുകൊണ്ട് ആരും പ്രേമിച്ച് ഈ ഹൈബത്ത് കൊണ്ട് അല്ലാഹു തആല ഇതിനോട് മറട്ടിയിരുന്നു. അതുകൊണ്ടാണ് പുഞ്ചിരിക്കുമ്പോൾ മാത്രമേ സഹാബത്തിന് അഭിമുഖീകരിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അത് കുട്ടികൾക്ക് ഇത് ബാധകമല്ല, കുട്ടികൾക്ക് ഹൈബത്താ, ചെറിയ മക്കൾ. അതുകൊണ്ടാണ് മുതിർന്ന സഹാബാക്കൾ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തമായി വർണ്ണിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ഇനി സാധിക്കൂല, സൂക്ഷിച്ച് നോക്കാൻ കഴിയുമായിരുന്നില്ല അവർക്ക്. അതേ സമയത്ത് കുട്ടികൾ ആയി ചെറുപ്പത്തിൽ നബിതങ്ങളുമായി ഇടപഴകിയ സഹാബാക്കൾ അവരാണ് അതിൽ ഏറ്റവും നന്നായി നബിതങ്ങളെ വർണ്ണിച്ച ആളാണ് ഈ ഹിന്ദ് പറയാൻ പറഞ്ഞതാ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ചെറിയ മകൻ, രണ്ടാമത്തെ ഭർത്താവിലുണ്ടായ ചെറിയ മകനുണ്ടല്ലോ, ആ കുട്ടി നബിതങ്ങളോട് ഒന്നിച്ച് ജീവിച്ച് വളർന്ന് പരിചയപ്പെട്ടതായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഈ വർണ്ണന ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും പിൽക്കാലത്ത് അമ്മാവനിൽ നിന്നിട്ടും, കാരണം അവർ ചെറിയ മക്കളായിരുന്നു, നബിതങ്ങൾ വഫാത്തായിപ്പോയി, ശരിക്കും ഇങ്ങോട്ട് ഓർമ്മയിൽ നിന്ന് കിട്ടുന്ന പ്രായമായിട്ടില്ല. പിന്നെ ഈ അമ്മാവനിൽ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശമായിൽ എന്ന് പറയും, അതായത് അംഗപ്രത്യാംഗ വർണ്ണന നടത്തിയത്. അങ്ങനെ ഈ 4 മക്കള് ആദ്യത്തേലുള്ളുണ്ട്. അതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 മക്കളും ആൺകുട്ടികൾ നേരത്തെ മരിച്ചുപോയി. ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു അത്. കാരണം പ്രസവിച്ചുടനെ മരിച്ചു പോകുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല, വലിയ മനുഷ്യനായിട്ട് മരിച്ചു പോകുകയാണെങ്കിലും അതൊരു പ്രശ്നമല്ല. അതേ സമയത്ത് കൊഞ്ചിക്കൊഴഞ്ഞ് ഒറ്റടി വെച്ച് നടക്കുന്ന പ്രായം, ആ പ്രായത്തിലാണ് ഈ 2 മക്കളും മരണപ്പെട്ടു പോകുന്നത്. എന്തെന്നില്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന അതില് അബ്ദുള്ളയുടെ മരണം ഒരു സംഭവമാണ്. രണ്ടാമത്തവൻ അത് നുബൂവത്തിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ചെറിയ മകൻ അതാ, ഫാത്തിമ ബീവിയുടെയും ഇളയതാണ് അബ്ദുള്ള എന്നവര്. കുട്ടി നുബൂവത്തിന് ശേഷമാണ് വഫാത്താകുന്നത്. കുട്ടി വഫാത്താവുമ്പോൾ വളരെ ദുഃഖമുണ്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മുല കുടിക്കുന്ന കുട്ടിയാ, 2 വയസ്സ് തികഞ്ഞില്ല. മുല കുടിക്കുന്ന കുട്ടി കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഉമ്മാന്റെ മാറിടത്തിൽ പാല് നിറഞ്ഞു. പാല് നിറഞ്ഞ് കുട്ടികൾ സാധാരണ മുല കൊടുക്കുന്ന സമയമായാൽ ചിലപ്പം മുലയിൽ നിന്നിട്ട് പാല് തന്നെ പുറത്ത് കിനിയും. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചെന്നപ്പം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വളരെ തന്റേടിയാണ്, വളരെ സമചിത്തത പാലിക്കുന്നവരാണ്. പക്ഷെ അവർ കരയൂൻ.
ഇതങ്ങൾ തന്നെ വല്ലാതെ വിഷമിച്ച്, ഖദീജ നീ എന്തിനാണ് കരയുന്നത്? നബിയേ, എന്റെ മോൻ ഉണ്ടായിരുന്നെങ്കിൽ അവന് കുടിക്കേണ്ട പാലാണല്ലോ, വെറുതെ ഒഴിച്ചു പോവാണ്. മുലകുടി മാറുന്നത് വരെയെങ്കിലും എന്റെ മോൻ ജീവിച്ചെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ കരഞ്ഞു. അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഖദീജ നീ കരയണ്ട, നമ്മുടെ മോൻ സ്വർഗത്തിലുണ്ട്. ഇപ്പോൾ അവന്റെ ബാക്കി മലകുടി പൂർത്തിയാക്കാൻ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു വനിതയെ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് മലകുടിക്കാണിപ്പോ. നിനക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിന്റെ ശബ്ദം ഇപ്പോൾ കേൾപ്പിച്ചു തരാം. സ്വർഗത്തിലുള്ള മുലകുടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ശബ്ദം നിനക്ക് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം. അല്ല ഇസ്ലാമിന്റെ മുമ്പ് അല്ല, ഇസ്ലാമിന്റെ ശേഷം. അതാണ് പറഞ്ഞ ഫാത്തിമ ബീവിയുടെയും താഴെയാണ് ഈ അബ്ദുള്ള എന്ന കുട്ടി. അപ്പോൾ ഏതൊരു ഉമ്മയാണ് അത് ആഗ്രഹിക്കാത്തത്? ഇനി ഒരിക്കലും കാണാൻ ഈ ലോകത്ത് സാധ്യമല്ല. മരണപ്പെട്ടു പോയി, കുഞ്ചിക്കൊഴഞ്ഞ് ഒറ്റടി വെക്കുന്ന 1.5 വയസ്സ് പ്രായത്തിലുള്ള ആ കുട്ടി മരിച്ചുപോയി എങ്കിൽ തന്റെ ആദരണീയനായ ഭർത്താവ് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നേരിട്ട് പറയുന്നു, നിനക്ക് വേണമെങ്കിൽ ഞാൻ കുഞ്ഞിന്റെ ശബ്ദം കേൾപ്പിച്ചു തരാം. അവരുടെ ഈമാനിന്റെ ശക്തി നോക്കണം. കേൾക്കണ്ട, എനിക്ക് ആ ശബ്ദം കേൾക്കണ്ട, തങ്ങളത് പറഞ്ഞാ മതി, ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. എന്റെ മോന് വിലവെടുക്കാൻ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് ആ കുട്ടിക്ക് ഇപ്പോൾ മുലകൊടുത്തുകൊണ്ടിരിക്കുന്നു, അവൻ സന്തോഷിക്കുന്നു. ശബ്ദം കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല, തങ്ങളത് പറഞ്ഞാൽ ഞാൻ ഈമാൻ കൊണ്ടു. ഇത് നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊന്നും ദുഃഖമുണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 6 മക്കളിൽ 2 കുട്ടികൾ നേരത്തെ മരിച്ചു. 4 പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അതിന്റെ മുമ്പത്തെ ഒരു പെൺകുട്ടി, അങ്ങനെ 5 പെൺകുട്ടികൾ. 5 പെൺകുട്ടികൾ, അതിന്റെ പുറമെ 3 ആൺകുട്ടികളും. ഇവരൊക്കെ വലിയ ആളുകളാണ്, സഹാബികളാണ്. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന്റെ ശേഷം അവർക്ക് പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ യമനിന്റെ ഗവർണർ സ്ഥാനം വഹിച്ചിരുന്ന ആളാണ് താഹിർ എന്നവർ. അവർക്ക് വിശദമായ ചരിത്രത്തിലേക്ക് ഇനി ഇപ്പോൾ കിടക്കുന്നത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ അതിന് പുറമെ ആ വീട് കുട്ടികളെ കൊണ്ട് നിറഞ്ഞൊരു വീടായിരുന്നു. ഒന്ന് തന്റെ പ്രിയപ്പെട്ട സഹോദരൻ അവാം ബിൻ ഹുബൈർ, സഹോദരൻ അവാമിന്റെ നേരത്തെ മരണപ്പെട്ടു പോയി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരിയായ സഫിയ റളിയല്ലാഹു തആല അൻഹ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. വിധവയായ മഹദിയായിരിക്കുന്ന സഫിയ റളിയല്ലാഹു തആല അൻഹയും 2 കുട്ടികൾ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു തങ്ങളും ബഹുമാനപ്പെട്ട ബദറിലും ഉഹദിലും പങ്കെടുത്ത മഹാനായ സായിബ് ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു തങ്ങളും ഇത് രണ്ടും ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരന്റെ മക്കളായിരുന്നു. നേരത്തെ അദ്ദേഹം മരണപ്പെട്ടു പോയവർ ചെറിയ മക്കളെ മാത്തൂനെയും മഹദിയായിരിക്കുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ അവരുടെ കൂട്ടത്തിൽ സംരക്ഷിച്ചു. അതിന്റെ പുറമെ മറ്റൊരു സഹോദരൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഹുവൈരിദിന്റെ കൂടെ തന്നെ ഹിസാം എന്ന മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഹർബുൽ ഫിജാറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രനാണ് ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവ സംഭവത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു, മറ്റൊരു സഹോദരന്റെ മകനാണ്. അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനാണ്. ഇസ്ലാമിന്റെ മുമ്പ് 60 വയസ്സ് ജീവിക്കുകയും ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം പിന്നെ 60 വയസ്സ് ജീവിക്കുകയും ചെയ്തു. 120 വയസ്സ് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്ഭുതങ്ങളിൽപ്പെട്ട ഒരത്ഭുതമാണ് ലോകത്ത് കഅബ ശരീഫിന്റെ ഉള്ളിൽ ജനിച്ച ഒരൊറ്റ മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല. വലിയ മഹാനാണ്. ചരിത്രം പറഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെ എത്തൂല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു വലിയ ലോകം, അതിന്റെ ഒക്കെ പുറമെ ഇതൊക്കെ ഉണ്ടായതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വകാര്യ സങ്കടം ഉണ്ടായിരുന്നു. തന്നെ സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തുന്ന ബഹുമാനപ്പെട്ട അബൂ താലിബ്, അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെ പ്രയാസമാണ്. മാന്യനാണ്, നാട്ടിലെ നേതാവാണ്. പുറത്ത്
തന്റെ മാന്യതക്ക് യോജിക്കാത്ത നിലക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഉള്ളിൽ പട്ടിണിയാണ്. ഈ അവസ്ഥ കണ്ട് എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു നല്ല പണക്കാരനാ, കച്ചവടം മറ്റും ഇടപാടുകളുമായിട്ട് നല്ല പൈസക്കാരനാണ്. ഒരിക്കൽ എളാപ്പ ഏകദേശം 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. നിങ്ങളുമായിട്ട് 2 വയസ്സ് കൂടുതലേ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുള്ളൂ. അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, എളാപ്പ നമ്മളൊരു കാര്യം ചെയ്യാം, മൂത്താപ്പ ഇങ്ങനെ എത്രയും വിഷമിച്ചിരിക്കുകയാണല്ലോ, നമുക്ക് രണ്ടാക്കും അൽഹംദുലില്ലാഹ് ഹൈറാണ്. ഖദീജ ബീവിയുടേതാണെങ്കിൽ പോലും വീട്ടിൽ നല്ല സുഖമാണ്. അതോടുകൂടി നിങ്ങൾക്കും തന്നെ സാമ്പത്തികമായിട്ട് നല്ല അവസ്ഥയാണ്. നമ്മൾ മൂത്താപ്പയെ സമീപിച്ച് ഓരോരുത്തരും ഓരോ മക്കളെ നമ്മൾ ഏറ്റെടുക്കുക, എന്നാൽ അത്രയും ഒരു ആശ്വാസം മൂത്താപ്പക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓക്കെ എന്നാ അങ്ങനെയാണെങ്കിൽ ആവാ, ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ നിബിധങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്ന് അബൂ താലിബിനെ കണ്ട് സംസാരിച്ചു. പറഞ്ഞു, മുത്താപ്പ നിങ്ങൾ കുറച്ച് വിഷമത്തിലാണ്, ഇപ്പോൾ സാമ്പത്തികമായ സാഹചര്യം ഇങ്ങനെയാണ്, കുറച്ചൊക്കെ ഒരു ഹയറും ആശ്വാസം വരുന്നത് വരെ ഒരു മോനെ ഞാൻ ഏറ്റെടുക്കാം, ഒരാളെ അബ്ബാസും ഏറ്റെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് വലിയ ആശ്വാസമായി. അദ്ദേഹം പറഞ്ഞു, ഓക്കെ സന്തോഷം എനിക്കുള്ളൂ, പക്ഷേ അഖീലിനെയും ത്വാലിബിനെയും ഒഴിവാക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെ കൊണ്ടായാലും വേണ്ടിയില്ല, അവരോട് എന്തോ പ്രത്യേക ബന്ധമായിരിക്കും ഇയാൾക്ക്. അഖീലിനെയും ത്വാലിബിനെയും ഒഴിച്ചാൽ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയും കൊണ്ടുപോയിക്കൊള്ളുക. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏറ്റെടുത്തു. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠനാവുന്ന ജാഫർ റളിയല്ലാഹു തആല അൻഹുവിനെ അവരും ഏറ്റെടുത്തു. ആ 4 മക്കളാണ് ഉണ്ടായി. 4 മക്കളും 30 വയസ്സിന്റെ വ്യത്യാസമാണ്. അത് രസമുള്ള ചരിത്രമാണ്. അഖീൽ ഉണ്ടായിട്ട് പിന്നെ ത്വാലിബ് ഉണ്ടായിട്ട് 10 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് അഖീൽ ഉണ്ടായത്. അഖീലിന് 10 വയസ്സായപ്പോഴാണ് പിന്നെ ജാഫർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ജാഫർ റളിയല്ലാഹു അൻഹു 10 വയസ്സായതിന്റെ ശേഷമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. ഈ 4 മക്കളും 30 കൊല്ലത്തിന്റെ അകലാണ്. ഏതായാലും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ജാഫർ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെയും അലി റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലെങ്കിൽ ചെറിയ മോനാ തിരുനബി തങ്ങൾ. അന്ന് തിരുനബി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് 5 or 6 വയസ്സായിട്ടുള്ളൂ. നുബുവത്ത് കിട്ടുന്ന സമയത്ത് തന്നെ അലി റളിയല്ലാഹു തആല അൻഹു 10 വയസ്സ് കഴിഞ്ഞിട്ടില്ല. ഒരു അഭിപ്രായത്തിൽ 8 വയസ്സാണ്, അല്ലെങ്കിൽ 9ാമത്തെ വയസ്സാണ്. 10 തികയുന്നതിന് മുമ്പാണ് നുബുവത്ത് കിട്ടിയ. അന്ന് തന്നെ ഇസ്ലാം. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല സ്വന്തം മക്കളെ പോലെ പോറ്റി വളർത്തിയതാണ്. കുഞ്ഞുനാൾ മുതൽക്കേ അലി റളിയല്ലാഹു തആല ഒരാൾ പുറമെ ദുഃഖമുള്ളതിന് പുറമെ പോയി വരുന്നത്. അതിന്റെ പുറമെ നേരത്തെ പറഞ്ഞ ഹക്കീം ഇബ്നു ഹിസാം നല്ല വ്യാപാരിയാണ്. അങ്ങനെ തൂക്കിപ്പോയപ്പം അടിമച്ചന്തയിൽ ചെന്നപ്പോ കുറെ നല്ല അടിമകളെ കണ്ടപ്പോ വീണു. അതിൽപ്പെട്ട പ്രത്യേകിച്ച് സുന്ദരനായ നല്ല പ്രസരിപ്പും ചുറുചുറുക്കുമുള്ള ഒരു കുട്ടി, സെയ്ദ് എന്ന ആ കുട്ടിന്റെ പേര്. ആ കുട്ടിനെയും വാങ്ങി. അങ്ങനെ ഒരു ദിവസം ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ ആങ്ങളന്റെ വീട്ടിൽ ചെന്നതാണ്. ആങ്ങളന്റെ മോനാണല്ലോ ആങ്ങളെ മരിച്ചു. ചെന്ന് ഇങ്ങനെ കണ്ടപ്പോ ഈ അടിമകളൊക്കെ കണ്ടപ്പോ ഈ കുട്ടിനെ കണ്ടപ്പോ ഖദീജ ബീവിക്ക് എന്തോ ഒരു താല്പര്യം. അങ്ങനത്തെ ഒരു കുട്ടിയാണ്, അത്രയും ഒരു പ്രസരിപ്പും ചുറുചുറുക്കുള്ള കുട്ടിയാണ്. ഈ താല്പര്യം ഇങ്ങനെ കണ്ടപ്പോ ഹക്കീം നിസാം ചോദിച്ചു, അമ്മ ഇങ്ങൾക്ക് എന്തായാലും കുട്ടീനെ എന്തോ താല്പര്യം തോന്നുന്നു. ആ മോനെ എനിക്ക് ആ കുട്ടീനെ കണ്ടിട്ട് എന്തോ വല്ലാതെ, എന്നാ അദ്ദേഹം അമ്മായിക്ക് എന്ന് പറഞ്ഞു. അപ്പാന്റെ മകളാണല്ലോ. അങ്ങനെ ഹക്കീം നിസാം ഹദിയായിട്ട് കൊടുത്തതൊക്കെയാണ് ഈ കുട്ടിനെ ഖദീജത്തുൽ കുബ്രാ. അങ്ങനെ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ ഈ കുട്ടിനെ സ്വന്തം മക്കളെ പോലെ ഓമനിച്ച് വളർത്തുന്നതിന്റെ ഇടയ്ക്കാണ് നബിതങ്ങളെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് നബിതങ്ങൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നബിതങ്ങൾക്ക് ഈ കുട്ടിനെ കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു സ്നേഹം. അപ്പൊ നബിതങ്ങൾക്ക് ഈ കുട്ടിനോട് പ്രത്യേകം താല്പര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ നബിതങ്ങളുടെ താല്പര്യം എന്താണോ അതാണ് ഖദീജ ബീവിന്റെ ജീവിതം. അങ്ങനെ കണ്ടപ്പോ ഈ കുട്ടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയായി കൊടുത്തു. ആ കുട്ടിന്റെ മാത്രം പേരാണ് ഖുർആനിൽ സഹാബാക്കളുടെ പേരിൽപ്പെട്ട ഒരൊറ്റ പേര്. അങ്ങനെയാണല്ലോ, വേറൊരൊറ്റ സാഹിബിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞിട്ടുള്ളൂ? സാഹിബ് എന്ന് പറയും. ഇത് ഖാലിലി സാഹിബിഹി ലാ തഹ്സൻ, സാഹിബ് എന്ന് പറഞ്ഞല്ലാതെ അപ്പോഴും പേര് പറഞ്ഞില്ല. അതേ സമയത്ത് ഫലമ്മാ ഖളാ സയ്യിദുൻ മിൻഹാ വതറൻ സവജനാകഹാ എന്ന് പേരെടുത്ത ഒരൊറ്റ മനുഷ്യന്റെ പേര് സഹാബാക്കളുടെ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു. ആ സൗഭാഗ്യവാൻ ഖദീജ ബീവി പോറ്റി വളർത്തിയൊരു കുട്ടിയാണ്. അപ്പൊ ആ വീടൊരു വല്ലാത്ത വീടാണ്. ഖദീജ ബീവി കുബ്രാ റളിയല്ലാഹു അൻഹ കൈവച്ചത് മുഴുവനും പൊന്നാക്കിയ ഒരു മനുഷ്യനാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖര് മുഴുവനും ആ വീട്ടിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും വളർന്നു വന്നത് മുഴുവനും ഇസ്ലാമിന് മഹത്തായ സംഭാവന ചെയ്യുന്ന മഹായോഗ്യന്മാരാണ്. ഈ ഓരോരുത്തരുടെയും മഹത്വം പറഞ്ഞ ദിവസങ്ങൾ പറയേണ്ട നമ്മളെ വിഷയപ്പതല്ല, ഇത് നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ ആ പോട്ടെ. അങ്ങനെ ഈ കുടുംബം പോറ്റുക ചുറ്റുപാടുകളാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല.
എങ്ങനെയാണെങ്കിലും പ്രശ്നങ്ങൾ നിറഞ്ഞൊരു വീടായിരിക്കും. കാരണം എത്രയും കുട്ടികൾ ഒന്നിച്ച് വളരുകയാണ്. പിന്നെ ഈ പ്രശ്നങ്ങൾ, കച്ചവടങ്ങളും ഇടപാടുകളും അടിമകളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല ഇവരൊക്കെ ആയിട്ടുള്ള പെരുമാറ്റവും, ഈ വീട്ടിന്റെ ഉള്ളിലുള്ള പെരുമാറ്റവും, പുറത്തുള്ള സ്വഭാവങ്ങളും എല്ലാം അവർ അന്വേഷിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിന്റെ സമീപകാലമായപ്പോൾ, അതായത് 40 വയസ്സ് തികഞ്ഞപ്പോൾ നഷ്ടം. 40 വയസ്സ് തികയുമ്പോഴാണല്ലോ നുബുവത്ത് കിട്ടുക. 40 വയസ്സ് തികഞ്ഞപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിന് തൊട്ടു മുമ്പ് തന്നെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൂടെ വന്ന് ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും ഇടപഴകലുകളും കുറഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക, ആലോചിക്കുക, അതുപോലെ തന്നെ ജനവാസമില്ലാത്ത സ്ഥലത്ത് മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഇങ്ങനെ ചിന്തയിലാണ്ടിരിക്കുക, അതൊരു സ്വഭാവമായിരുന്നു. അപ്പോഴൊക്കെ അതിനുള്ള വേണ്ട പ്രോത്സാഹനവും സഹായവും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല ചെയ്തിരുന്നു. പിന്നെയാണ് നിരന്തരം സ്വപ്നം കാണാൻ തുടങ്ങി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സ്വപ്നം കണ്ടാൽ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ ആയിട്ട് അത് പുലർക്കാലെ സൂര്യനുദിച്ചു വരുന്നത് പോലെ സത്യമായി പുലർന്നിങ്ങനെ കാണും. ഈ സംഭവങ്ങളൊക്കെ ഖദീജ റളിയല്ലാഹു തആലയുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കുവെക്കും. ഇന്ന സ്വപ്നം കണ്ടിരുന്നു, അത് ഇന്നതുപോലെ പുലർന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അത് ഇന്നതുപോലെ പുലർന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഓരോന്നും കാണുമ്പോൾ അവരുടെ പ്രതീക്ഷ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. അപ്പൊക്കെ അതിനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊക്കെ അവർ പ്രതീക്ഷിക്കുകയാണ്, ഇത് തന്നെയാണ് ആള്, ഞാൻ അന്വേഷിക്കുന്ന ആൾ ഇത് തന്നെയാണെന്ന്. അങ്ങനെ പ്രോത്സാഹനം, അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം. അങ്ങനെ 6 മാസം ആ സ്വപ്നത്തിലൂടെയായി. അങ്ങനെ 40 വയസ്സും 6 മാസവും കഴിഞ്ഞപ്പോ 6-ാം മാസം ആകുമ്പോ റമദാനായി. റമദാനിലാണ് മക്കയിലെ പുരാതനമായി പ്രസിദ്ധമായ ഹെറാ പർവ്വതത്തിന്റെ മുകളിൽ, അതിനു മുമ്പ് അബ്ദുൽ മുത്തലിബ് വരെ ആ ഹെറാ പർവ്വതത്തിന്റെ ഗുഹയിൽ ഇങ്ങനെ ആലോചനാമഗ്നായിരിക്കുക എന്നത് പതിവായിരുന്നു. അപ്പൊ അത് അവരുടെ ഒരു ആരാധനയുടെ ഒരു ശൈലിയാണത്. അള്ളാഹുവിനെ പറ്റി, ലോകത്തിനെ പറ്റി, സംവിധാനത്തെ പറ്റി, ഇതിലുള്ള സൃഷ്ടികളെ പറ്റിയൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് ഫിക്ർ. അത് ഇസ്ലാമും തന്നെ ഏറ്റവും മഹത്തായ തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ ഇബാദത്തി സനാണ്. ഒരു കൊല്ലം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിനെ പറ്റിയും അവന്റെ സൃഷ്ടി സംവിധാനത്തിന്റെ രഹസ്യങ്ങളെ പറ്റിയും ആലോചിക്കൽ, ബുദ്ധി കൊടുത്ത് ചിന്തിക്കൽ, അതാണ് ഖൈർ എന്ന് പറഞ്ഞ ആ ഇബാദത്താ. അങ്ങനെ പർവ്വതത്തിന്റെ മുകളിൽ പോയി ഇബാദത്തെടുക്കും. ഇവിടുന്ന് 2-3 ദിവസത്തിന് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് വേണ്ട വെള്ളവും ഭക്ഷണവുമായാണ് പോവുക. ചിലപ്പോൾ സഞ്ചാരികൾ വരും. അപ്പൊ അതൊരു പ്രസിദ്ധമായ സ്ഥലം തന്നെ. ആ ഭാഗത്തു കൂടെ സഞ്ചാരികൾ വന്ന് ആ പർവ്വതത്തിന് മുകളിലെത്തിയാൽ അവർക്ക് സദഖ കൊടുക്കും. സദഖ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ്. അപ്പൊ തികയാതെ വന്നാൽ ഇടയ്ക്ക് വരും. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാ വരിക. എന്നാൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അന്ന് നബി തങ്ങളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. ഒരു ഭാഗത്ത് കച്ചവടത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം, മറ്റൊരു ഭാഗത്ത് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യം ശ്രദ്ധിക്കണം. എല്ലാം താൻ ഒറ്റക്കാണ്. കഴിവും യോഗ്യതയുമുള്ള തന്റെ എല്ലാമായ പ്രിയപ്പെട്ട ഭർത്താവ് കൂടി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്കൊരു ആശ്വാസമാണ്. പക്ഷേ അവരൊരിക്കലും അതിന് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം താൻ, തന്റെ കുടുംബവും തന്റെ വീടും ഒരിക്കലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടാക്കരുത്, അവിടുത്തെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതൊരിക്കലും പ്രതിബന്ധമാവരുത് എന്ന് നിർബന്ധമായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയ്ക്ക്. ഓരോ സമയവും തന്റെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നബി തങ്ങളുടെ താല്പര്യം ഇതാണെങ്കിൽ അതിനു വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണം വരുന്നവർക്ക് കൊണ്ടുപോകാൻ വേണ്ട ഭക്ഷണങ്ങളൊക്കെ തയ്യാർ ചെയ്തു വെക്കും. ദിവസം താമസിച്ചാൽ, സാധാരണ വരുന്ന ദിവസത്തിലോ ആ സമയത്തിലോ എത്തിക്കാണാതിരുന്നാൽ ഉടനെ അന്വേഷിച്ച് പുറപ്പെടുമായിരുന്നു. എന്ന് മാത്രമല്ല, നിശ്ചിത ദിവസങ്ങളിൽ സമൂഹമെല്ലാം കിടന്നുറങ്ങി അന്തരീക്ഷം ശാന്തമായി കഴിഞ്ഞാൽ ആ രാത്രിയുടെ യാമങ്ങളിൽ മഹദിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഒരു കൈത്തിരി പോലും കയ്യിൽ വെക്കാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട അന്നപാനാദികളുമായി മക്ക ഷരീഫിന്റെ ആ മണലാരണ്യത്തിലൂടെ എന്നല്ല പറയേണ്ടത്, ആ പാറക്കൽ പ്രദേശത്തിലൂടെ കേറിക്കടന്ന് ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് പലപ്പോഴും എത്താറുണ്ടായിരുന്നു. വിജനമായി കിടക്കുന്ന 3 നാഴിക അന്നത്തെ ചുറ്റുപാട്. ഇന്ന് ഇങ്ങനെ ഗുഹ ഉണ്ടായിട്ട് തന്നെ 3 കിലോമീറ്റർ ഉണ്ട്. 3 നാഴിക
നടക്കാനുള്ള കല്ലും പാറയും മലയും ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തിലൂടെ മനുഷ്യർ മുഴുവനും ഉറങ്ങി ശാന്തമായ സമയത്ത് ഒറ്റക്ക് തിരുനബി തങ്ങൾക്ക് വേണ്ട ഭക്ഷണവുമായി കൊണ്ട് പുറപ്പെടുന്നു ഒരു സ്ത്രീ. ഇന്നത്തെ ലോകത്ത് പോലും ചിന്തിക്കാനാവില്ലേ എങ്കിൽ അക്കാലത്ത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും തവക്കുലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്സീമമായ സ്നേഹവും ഒന്ന് മാത്രമായിരുന്നു അവരെ നയിച്ചിരുന്നത്. അങ്ങനെ ആ പർവ്വത മുകളിൽ കയറി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുകയും ഖിദ്മത്ത് ചെയ്യുകയും പലപ്പോഴും പറയും ആ ഗുഹയിൽ തൊട്ടടുത്ത് ഇപ്പുറത്ത് തനിക്കും തന്നെ ഇരിക്കാനൊരു സൗകര്യം കിട്ടുകയായിരുന്നെങ്കിൽ. പക്ഷേ അവരുടെ ഉത്തരവാദിത്വ ബോധം അതിന് സമ്മതിക്കുന്ന കാരണം വീടാര് നോക്കും, കുഞ്ഞുമക്കളെ ആര് ശ്രദ്ധിക്കും, തന്റെ മറ്റു കാര്യങ്ങൾ നടത്തേണ്ട വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും, തിരിച്ചിറങ്ങിപ്പോരും. പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർ വരുന്ന സമയത്തിനനുസരിച്ച് താഴെ ഇറങ്ങി വരും. അങ്ങനെ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് അവർ രണ്ടുപേരും സംഗമിക്കും. പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹദിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും ഇങ്ങനെ രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ ഒത്തുകൂടിയിരുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് മസ്ജിദുൽ ഇജാബ എന്ന പേരിൽ എന്നറിയപ്പെടുന്നത്. മുഅല്ലയിൽ നിന്ന് അല്പം പോയാൽ ഇന്ന് മിനയിലേക്ക് പോകുന്നതും ജബലുന്നൂറിലേക്ക് പോകുന്നതും ഒക്കെ ആ റോഡിൽ ഒരു സൈഡിൽ കാണാം മസ്ജിദുൽ ഇജാബ എന്ന പേര്. ആ സ്ഥലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് പുറപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ സ്വീകരിക്കാൻ വേണ്ടി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരും അന്ന് അവിടെ രാത്രി ഒരുമിച്ച് കൂടി. നേരം പുലർച്ചെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പർവ്വതത്തിലേക്ക് തന്നെ പോയാൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തിരിച്ചു പോരും. എന്തുമാത്രമായിരുന്നു അവരുടെ ധൈര്യവും തവക്കുലും എന്ന് മനസ്സിലാക്കണം. അംഗരക്ഷകരുണ്ടായാൽ പോലും ആ സമയത്ത് പുറത്തിറങ്ങാൻ ഒരു മനുഷ്യന് കഴിയില്ല. അതേ സമയത്ത് ആരാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ? ശരിക്കും പ്രഭുകുമാരിയായി ജനിച്ച്, നമ്മുടെ വൈദ്യകാരന്മാരുടെ ഭാഷയെ പറഞ്ഞ വെള്ളിക്കരണ്ടിയുമായി കൊണ്ട് ജനിച്ച് സുഖത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലും ആഡംബരത്തിലുമായി ജീവിക്കാനുള്ള എല്ലാവിധ വസ്തുവകകളും ഒരുമിച്ച് കൂടിയ മഹദി എല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അന്ന് തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അന്ന് നബിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ തനിക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യത്തെ സന്ദേശം ഇഖ്റ കിട്ടുന്നു. അതിനു മുമ്പൊക്കെ സ്വപ്നത്തിലാണ് വഹി. 6 മാസം തിരുനബി തങ്ങൾക്ക് സ്വപ്നത്തിലൂടെ വഹി കിട്ടി. അല്ലെങ്കിൽ നബി തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം റമളാനിലാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റ ഇറങ്ങുന്നത്. നബി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്നും എല്ലാവർക്കും അറിയാം. റബീഉൽ അവ്വൽ ജനിച്ച ആൾക്ക് 40 വയസ്സല്ലേ റബീഉൽ അവ്വൽ തന്നെയാണല്ലോ. 6 മാസം സ്വപ്നത്തിലൂടെയും ബാക്കി ഉള്ള 22.5 കൊല്ലം മാത്രമാണ് ഉണർച്ചയിലുള്ള വഹിയുണ്ടായിരുന്നത്. മൊത്തം കൂട്ടുമ്പോൾ അതുകൊണ്ടാണ് സ്വപ്നം എന്ന് പറയുന്നത് നുബുവത്തിന് 46 ഭാഗമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലോകത്ത് മൊത്തം കൊടുത്ത അള്ളാഹുവിന്റെ നുബുവത്തിന് 46 ഭാഗം എന്നല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 കൊല്ലം നുബുവത്ത് വഹി കിട്ടാൻ തുടങ്ങിയതിനു ശേഷം ജീവിച്ചെങ്കിൽ 6 മാസം സ്വപ്നം മുഖേന. അപ്പം കണക്കായല്ലോ, 46 ഭാഗം എന്ന് പറഞ്ഞാൽ 6 മാസം. അങ്ങനെ സ്വപ്നത്തിലല്ലാതെ ഉണർച്ചയിൽ റമദാൻ മാസത്തിൽ 24 അന്ന് രാത്രി 25 രാവാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ വഹീന്റെ ആദ്യ ഭാഗമാവുന്ന ഇഖ്റയിലെ 5 ആയത്തുകൾ ഓതിക്കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരുന്നില്ല. അതിനുശേഷം താഴെ ഇറങ്ങി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആ പർവ്വതത്തിൽ താഴ്വരയിൽ ചിറകടിച്ചു. അവിടുന്ന് വെള്ളം പൊട്ടി വന്നപ്പോൾ അതിൽ നിന്ന് വുളൂ ചെയ്തു. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ വുളൂ ചെയ്യാൻ കൽപ്പിച്ചു. രണ്ടുപേരും വുളൂ ചെയ്തതിനു ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅ്മൂമുമായി കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഇസ്ലാമിലെ ആദ്യത്തെ നിസ്കാരം അങ്ങനെ രാവിലെ 2 റക്അത്തും രാത്രി 2 റക്അത്തും, അങ്ങനെ 2 4 റക്അത്ത് 2 നേരത്തായിരുന്നു. മിറാജിന്റെ അന്ന് 5 വഖ്ത് ഫർവാക്കുന്നത് വരെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം അപ്രത്യക്ഷനായി. അതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തുമ്പോഴേക്ക് തുള്ളി വിറക്കുന്ന മലമ്പനി ബാധിച്ചുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തുന്നത്. ക്ലൈമറ്റ് മോശമായതുകൊണ്ടല്ല, ഇതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് കയറിയിട്ടുള്ള പനിയല്ല, മറിച്ച് ഭയം കാരണം പേടിച്ചു വിറച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടുകിട വിറക്കുന്ന പനി ബാധിച്ചു. എന്തായിരുന്നു പേടി? ജിബ്രീലിനെ കണ്ടിട്ട് പേടിച്ച?
ജിബ്രീലിനെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ക്രമേണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെട്ടത്. അതിലൊന്നും പേടിച്ചിട്ടില്ല. പിന്നെന്താ ഓതിക്കൊടുത്തതിൽ പേടിച്ചണോ? ഓതിക്കൊടുക്കുന്നതിന് മുമ്പ് പച്ചപ്പട്ടിലായി സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട ഇഖ്റ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല പ്രാവശ്യം സ്വപ്നത്തിലൂടെ ജിബ്രീൽ അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇഖ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. പച്ചപ്പട്ടിൽ സ്വർണ്ണലിപികളെ കൊണ്ട് ലേഖനം ചെയ്യപ്പെട്ട 5 ആയത്തുകൾ. അത് കണ്ടും കേട്ടും പഠിച്ച നബി തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് ഇഖ്റ എന്ന് പറഞ്ഞാൽ പേടിക്കണോ? അങ്ങനെ പേടിക്കുന്ന ആളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇഖ്റ ഓതിക്കൊടുക്കുക മാത്രമല്ല, മനുഷ്യനും ജിന്നുകളുമാവുന്ന 2 വർഗം, മശ്രിഖ് മഗ്രിബിടയിൽ അള്ളാഹു പടച്ച മനുഷ്യനും ജിന്നുമാവുന്ന മുഴുവൻ ജനവിഭാഗത്തെയും, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ജനവിഭാഗത്തെയും അള്ളാഹുവിന്റെ ദീനിലേക്ക് നയിക്കേണ്ടതും സത്യത്തിന്റെ പാത കാണിച്ചു കൊടുക്കേണ്ടതുമായ മുഴുവൻ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണ്. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമോ? പടച്ചവൻ എന്നോട് കഴിയോ? ഞാൻ പരാജയപ്പെടുവോ? ചെന്ന് പേടിച്ച് വറച്ചുകൊണ്ട് ചെന്നിട്ട് ജമ്മിലൂനിയാൻ ഒന്ന് പച്ചരി എന്നറിഞ്ഞു. ചോദിച്ചു, എന്ത് പറ്റി? പറഞ്ഞില്ല, ഞാൻ മരിച്ചു പോകുമെന്ന് പേടിക്കുന്നു. കാരണം എന്നോട് താങ്ങാൻ കഴിയാത്ത ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വരാൻ സാധിക്കാതെ മരിച്ചു പോകുമോ എന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ ബന്ധിയായിരിക്കും അള്ളാഹു തആല എന്ന് പറഞ്ഞ വാക്ക് കല്ലാ വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ. കല്ലാ, ഒരിക്കലും തങ്ങൾ അങ്ങനെ വിചാരിച്ചു പോകരുത്. തങ്ങൾക്കൊരു നാശവും സംഭവിക്കാൻ പോകുന്നില്ല, തങ്ങൾക്ക് ഒരു പ്രയാസവും വരാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? ലാ യുഖ്സിക അല്ലാഹു അബദാ, അള്ളാഹു തങ്ങളെ കൈവടിയില്ല. ഈ ഉത്തരവാദിത്വം അങ്ങേക്ക് അള്ളാഹു അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് മുഴുവനുമുള്ളതും വരാനിരിക്കുന്നതുമായ മനുഷ്യനും ജിന്നുമാവുന്ന മുഴുവൻ വിഭാഗത്തിനും സത്യത്തിന്റെ പ്രകാശം കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ലോകറബ്ബാവുന്ന തമ്പുരാൻ അങ്ങേ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൻ തങ്ങളെ കൈവടിയാൻ പോകുന്നില്ല. അവിടെ നിന്ന് വേണ്ട സഹായവും അള്ളാഹു തആല ചെയ്തു തരും. എന്തുകൊണ്ട്? അവിടെയാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ, അതിനു മുമ്പ് തന്നെ പുറത്തുനിന്ന് മനസ്സിലാക്കിയെങ്കിൽ അന്ന് മുതൽ ഓരോ അനക്കവും മടക്കവും സ്വഭാവവും പെരുമാറ്റവും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ നിരീക്ഷണത്തിൽ നിന്നിട്ട് അവർ മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ പ്രസംഗിച്ചതല്ല, അള്ളാഹു തങ്ങളെ കൈവടിയില്ല എന്ന് വെറുതെ പ്രസംഗിച്ചതല്ല, കാര്യകാരണ സഹിതം എണ്ണി പറയുന്നു. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാരണം പറഞ്ഞതാണ്, അങ്ങ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുടുംബബന്ധം ചേർക്കുന്നവരാണ്. ഇങ്ങോട്ട് വെറുക്കുന്നവരെ, ഇങ്ങോട്ട് പണങ്ങുന്നവരെ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തവരെ അങ്ങോട്ട് സഹായിക്കുകയും അങ്ങോട്ട് സ്നേഹിക്കുകയും അങ്ങോട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ കുടുംബത്തിന്റെ ബന്ധം ചേർക്കുന്നവർ അവർ യോഗ്യരാണെന്ന് മാത്രമല്ല റബ്ബിന്റെ കാരുണ്യത്തിന് പാത്രമായിരിക്കും. അതുകൊണ്ട് അങ്ങേ അല്ലാഹു കൈവടിയില്ല. ഒന്ന്. രണ്ടാമത്തത് വതഹ്മിലുൽ കല്ലാ, പ്രയാസം, വിഷമം, കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അങ്ങ് സ്വയം അത് ഏറ്റെടുത്ത് വഹിക്കുകയാണ്. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് സ്വയം ഏറ്റെടുക്കുന്ന സ്വഭാവമുള്ളവരെ അള്ളാഹു കൈവടിയില്ല. ഇതൊക്കെ പ്രസംഗിക്കല. അതിനാണ് പറഞ്ഞത് ഓരോ ചലനവും നേരത്തെ മനസ്സിലാക്കിയിരുന്നു. നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, ശീലം എങ്ങനെയാണ്. എന്നിട്ട് പറയാണ് ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്തവനെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനെ, നിത്യ ജീവിതമാർഗത്തിന് അധ്വാനിക്കാനുള്ള കഴിവില്ലാത്തവർക്ക് വേണ്ടി അങ്ങ് അധ്വാനിച്ചുകൊണ്ട് അവരെ നിത്യജീവിതം കഴിക്കുന്നു. ആദ്യം പറയുന്നത് സഹായം ചെയ്യുക, അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അധ്വാനിച്ച് അവരുടെ കാര്യങ്ങൾ അങ്ങ് നടത്തുന്നു. പിന്നെ ദിക്കുകളിൽ നിന്ന് വരുന്ന യാത്രക്കാരായ ആളുകളെ അതിഥികളായി സ്വീകരിച്ച് മാന്യമായി അവരെ സൽക്കരിച്ചു വിടുന്നു. മാത്രമല്ല എന്തൊക്കെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ടോ അവരെയൊക്കെ കണ്ണീരൊപ്പാൻ വേണ്ടി അങ്ങ് അഹോരാത്രം പരിശ്രമിക്കുന്നു. ഈ 5 ഗുണങ്ങൾ നിങ്ങളിൽ ഒത്തൊരുമിച്ചിട്ടുണ്ടെന്ന് ഞാൻ അനുഭവത്തിൽ നിന്നിട്ട് മനസ്സിലാക്കിയതാ. അങ്ങനത്തെ ഒരാളെ അള്ളാഹു കൈവടിയില്ല. അവിടത്തേക്ക് എന്ത് പ്രയാസം വന്നാലും അവിടെ അള്ളാഹു ഉണ്ടാവും. എന്തൊരു ആശ്വാസമാണ്.
എന്ത് ചെയ്യണമെന്നറിയാതെ, എന്റെ അവസ്ഥ എന്താവുമെന്നറിയാതെ, എന്നോട് ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമോ എന്നറിയാതെ പനി പിടിച്ച് വേടിച്ചു വറച്ചു വന്ന തിരുനബി തങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ തെളിനീരാണ് അവിടെ നിന്ന്. ആദ്യം തന്നെ പറഞ്ഞു, കല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന വേണ്ട, അള്ളാഹു നിങ്ങളെ കൈവടിയില്ല. ഈ സ്വഭാവമൊക്കെ തങ്ങളിലുണ്ട്, ഞാൻ മനസ്സിലാക്കിയതാ. ഇത് റബ്ബിനറിയില്ലേ, തങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അതേ സമയത്ത് നമ്മൾ സാധാരണ പെണ്ണുങ്ങൾ, നമ്മൾ പുറത്തുനിന്ന് എന്തൊക്കെ വിഷമിച്ച് പ്രയാസപ്പെട്ട് എടങ്ങേറായി ഒരു ചെറിയ ആശ്വാസം കിട്ടും കരുതി പെരേക്കാണെത്തുമ്പോ കയറി വരുന്ന സമയം കണ്ടോ, ഇത്ര നേരായി എവിടെ ഇതരെ ഇങ്ങനെ ആട്ടിങ്ങാട്ടിട്ടുണ്ടായി, ഒന്നട് കൊടുത്താലോ, അതൊന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ, അവങ്ങാണ്ട് നമ്മൾ തന്നെയല്ലേ. അതേ സമയത്ത് ഇത്രയും വലിയൊരു പ്രശ്നവും പ്രയാസവുമായി കയറി വന്നപ്പോൾ സന്തോഷത്തിന്റെ, ആശ്വാസത്തിന്റെ വാക്ക്. അതോടുകൂടി അവര് സംഗതിയൊക്കെ അവർക്ക് മനസ്സിലായി, ഹക്കായ നബിയാണ് എന്നുള്ളത് മനസ്സിലായെങ്കിലും വിശ്വാസത്തിന്റെ കാര്യമാണ്. ആദർശം എന്ന് പറഞ്ഞാൽ ചെറിയ ഇതല്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരാളെ സ്നേഹിക്കുമ്പോഴേക്ക്, പ്രേമിക്കുമ്പോഴേക്ക് മാറേണ്ടതല്ല ആദർശം എന്ന് പറയുന്നത്. ആദർശം ആദർശമായിട്ട് നിൽക്കണം. അപ്പൊ അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ നിബിതങ്ങളെയും കൂട്ടിയിട്ട് നേരത്തെ പറഞ്ഞ വർക്കത്തുൽ വാസിനെ സമീപിച്ചു. നിബിതങ്ങൾക്ക് ഉറപ്പുവരുത്താനല്ല, നിബിതങ്ങൾക്ക് ഒരു സംശയം പണ്ടുമില്ല. നിബിതങ്ങൾക്ക് ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഭയം മാത്രമാണ് ഉണ്ടായിരുന്നത്. തനിക്കിത് വിശ്വാസം വരണോ ചെന്നു. അപ്പോഴേക്ക് വർക്കത്തുൽ കണ്ണിന് കാഴ്ചയില്ലാതായിരുന്നു. ചെന്നിട്ട് പറഞ്ഞു, യബ്ന അമ്മി ഉസ്മാൻ ഇബ്നു അഖീഖ്, അലമീൻ വന്നിട്ടുണ്ട്, എന്തോ അവർക്ക് പറയാനുണ്ട്, ഒന്ന് കേൾക്കണം എന്ന് ആര് പറയുന്നു? ഹദീജത്തുൽ കുബ്ര. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കണ്ണിന് കാഴ്ചയില്ല, പറഞ്ഞു, മാതാ തറായ ഇബ്നു അഖീഖ്, എന്താണ് നിങ്ങൾ കാണുന്നത്, എന്താണ് സംഗതികളൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഖുദ്ദൂസുൻ ഖുദ്ദൂസുൻ ഹാദ നാമൂസുൽ ലദീ നസല അലാ മൂസ. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം പറയുന്ന വാക്ക് ഖുദ്ദൂസുൻ ഖുദ്ദൂസുൻ, വിശുദ്ധനായിരിക്കുന്ന റബ്ബിന്റെ തസ്ബീഹാണത്. എന്നിട്ട് പറയാ, ഹാദ നാമൂസുൽ ലദീ നസല അലാ മൂസ. ആള് ക്രിസ്ത്യാനിയാണ്, പക്ഷെ പറയുന്നത് കാരണം എന്താ, മൂസാ നബി അലൈഹിസ്സലാമാണ് ക്രിസ്ത്യാനികളുടെയും യഹൂദികളുടെയും ഒക്കെ യഥാർത്ഥ നബി. മറ്റേ അതിന്റെ ഒരു മുജദ്ദിദ് മാത്രമാണ് ഈസാ നബി അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പലതും നേരിടേണ്ടി വരും, കുറെ കഴിയുമ്പോ നാട് വിടേണ്ടി വരും. അങ്ങനെ നിങ്ങളെ ജനങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റാത്ത നിരക്ക് നാട് കടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ശക്തമായ പിന്തുണ നിങ്ങൾക്ക് ഞാൻ തരും എന്ന് പറഞ്ഞാൽ, പിന്തുണല്ല നബി തങ്ങൾ ചോദിച്ചാൽ, അവ മുഖരിജവും ഈ നാട്ടിൽ നാം താമസിക്കാൻ പറ്റാതെ എന്നെ നാടെടുത്തുന്നു. അന്ന് അവിടത്തെ ആണും പെണ്ണും, ചെറിയവനും വലിയവനും, പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവരും കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് സ്നേഹിച്ചു കൊണ്ടിടക്കുന്ന ആളാണ് അല്ലമീൻ. അപ്പൊ ഈ നിരക്കുള്ള എന്റെ ജനങ്ങൾ എന്നെ നാടെടുത്തുന്നു. മുമ്പിൽ പറഞ്ഞ്, അത് അങ്ങക്ക് മാത്രമുള്ളതല്ല, അള്ളാഹുവിന്റെ റിസാലത്തുമായി വന്ന അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾക്ക് മുഴുവനുമുള്ള സ്വഭാവമാണ്. ജനങ്ങൾ സ്വന്തം ജനിച്ച നാട്ടിൽ അത് വളരില്ല. സ്വന്തം ജനിച്ച നാട്ടിലെ ജനങ്ങൾ നാട്ടി ഓടിക്കുകയും പിന്നെ പ്രവാസ ജീവിതം നയിച്ച് അവിടെ നിന്ന് പിന്തുണ ലഭിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് വിജയിക്കുക. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനുണ്ടെങ്കിൽ ഞാൻ ശക്തമായ പിന്തുണ ഞാൻ തങ്ങൾക്ക് തരും എന്ന് പറഞ്ഞെങ്കിലും അധികം താമസിക്കാതെ അദ്ദേഹം വഫാത്തായി. സഹാബാക്കളിൽപ്പെട്ടവനാണ് മഹാൻ. ആട്ടെ, അപ്പോ ഖദീജ ബീവിക്ക് ഉറപ്പായി ഒന്നുകൂടി, ഈ പേടിക്കാനില്ല, നബിയാണെന്ന് വർക്കത്തുൽ പറഞ്ഞല്ലോ. എന്നിട്ടും അവര് പരീക്ഷണം നിർന്നില്ല. അവരുടെ ബുദ്ധി നോക്കണം. എന്നിട്ടും അതിന് പരീക്ഷണം നിന്നില്ല. പിന്നെന്ത് ചെയ്തു? ഒരിക്കൽ ചോദിച്ചു, അല്ല അല്ലമീൻ, നിങ്ങൾ പറയുന്ന ഈ സാഹിബ് ഉണ്ടല്ലോ, ഈ വരുന്നേ, അയാൾ വരുമ്പോ എന്നോടൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓ, എനിക്ക് പറയാൻ പറ്റും എന്നായിരുന്നു. അങ്ങനെ പിന്നീട് ഒരിക്കൽ വീട്ടിലുണ്ടാവുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുന്നു. വിളിച്ചു, ഖദീജ ഹാദാ സാഹിബി, ഈ പറഞ്ഞ എന്റെ സാഹിബ് ജിബ്രീൽ അലൈഹിസ്സലാം ഇതാ വന്നിട്ടുണ്ട് പറഞ്ഞു. അല്ലാതെ ഓടി വന്നു, ഇരുന്നിട്ട് പറഞ്ഞ്, തങ്ങൾ എന്റെ മടിയിലിരിക്കുന്നു. മടിയിലിരിക്കും. ഇപ്പൊ കാണുന്നുണ്ടോ? ഓ കാണുന്നു. എന്നാ എന്റെ വലത്തെ കാലുമക്ക് ഇങ്ങോട്ട് മാറിയിരിക്കുകയായിരുന്നു, അങ്ങോട്ട് കാണിയിരുന്നു. ഇപ്പൊ കാണുന്നുണ്ടോ ചോദിച്ചു. ആ കാണുന്നുണ്ട് കാരണം. എന്നാ ഇടത്തെ തുടമക്ക് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്, അങ്ങോട്ട് മാറി. കാണുന്നുണ്ടോ ചോദിച്ചു. ആ കാണുന്നുണ്ട് കാരണം.
എന്നാ മടിക്ക് എന്നെ ശരിക്കും ഇരിക്കുകയാണ്. ആ മടിക്കരുത്. ഇപ്പൊ കാണുന്നുണ്ടോ ചോദിച്ചു. ആ കാണുന്നുണ്ട് പറഞ്ഞു. നല്ല മൂക്കനെടുത്തു. ഇപ്പൊ കാണുന്നുണ്ടോ ചോദിച്ചു. ഇല്ലട്ടോ ഇപ്പൊ കാണുന്നില്ല പറഞ്ഞു. ഇതൊന്നും നബിതങ്ങൾക്ക് ഉറപ്പുവരുത്താനല്ല, അവർക്ക് അവരുടെ ആദർശത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കണം. കാണില്ല. അപ്പോഴാ പറഞ്ഞത് യാമീൻ ഉറച്ചു നിന്നോളി, പേടിക്കണ്ട, ഹക്കാണ്. കാരണം അവരെന്ത് മനസ്സിലാക്കുന്നു വെച്ചാൽ ചിലപ്പോ ജിന്നുകൾ ഇങ്ങനെ പല കളി കളിക്കലുണ്ട്. ഏത് ഈ ആകാശത്ത് പോയിട്ട് കത്ത് കേട്ടിട്ട് പലരും പറഞ്ഞു കൊടുക്കുന്നൊക്കെ പണിയുണ്ട്. പക്ഷെ ഈ ജിന്നിന് സ്വഭാവമുണ്ട്, പെണ്ണ് ഉടുത്തയച്ചിട്ടാലും വേണ്ടില്ല, തലമറിച്ചാലും വേണ്ടില്ല, ഓർക്കൊക്കെ ഒരു കണക്കാ. പക്ഷെ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്ത് അങ്ങനെയല്ല. അവരെ ശുദ്ധിയുള്ളോടത്ത്, നജസ്സുള്ളോടത്ത്, ഔറത്ത് വെളിവായോടത്ത് അവിടെ ഒന്നും അവർ വരൂല. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് മോക്കനെടുത്തപ്പോ അപ്രത്യക്ഷനായി. അതുവരെ കാണാം, ഭർത്താവല്ലേ മടിയിലിരിക്കണോ, പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് കാണുന്നു. അതേസമയത്ത് മോക്കനെടുത്തപ്പോൾ കാണുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ മുഖറബായ മലക്ക് തന്നെയാണ്, ഇത് ജിന്നു ശൈത്താനൊന്നുമല്ല. ഇങ്ങനെ തികച്ചും ഉറപ്പ് വരുത്തിയ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ ദുനിയാവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒന്നാമത് അള്ളാഹുവിനെ നിസ്കരിച്ച മനുഷ്യനാണ്. കാരണം നേരത്തെ പറഞ്ഞ ഇഖ്റ കിട്ടി വന്ന് പനിയൊക്കെ പിടിച്ചെങ്കിലും അത് വേജാറ് മാറിയപ്പോ നിസ്കരിക്കാനുള്ള സമയമായപ്പോൾ നബി തങ്ങൾ ഖദീജ ബീവിനെ കൂട്ടി വാ, വുളൂ ചെയ്തു നബി തങ്ങൾ. എന്നിട്ട് ഖദീജ ബീവിനോട് അതുപോലെ വുളൂ ചെയ്യാൻ പറഞ്ഞു. നബി തങ്ങൾ ഇമാമായി നിന്ന് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ മഅ്മൂമായി നിന്ന് ഈ ദുനിയാവിൽ രണ്ട് മനുഷ്യന്മാരായിട്ട് ഈ ഇസ്ലാമിൽ നിസ്കരിച്ച ആദ്യത്തെ നിസ്കാരം ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ മഅ്മൂമും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമുമായിട്ട് അന്ന് തുടങ്ങിയ നിസ്കാരം. അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് കണ്ടിട്ട് പിന്നെ ആരായി? അലി ഇബ്നു അബീ ത്വാലിബ്. കുട്ടിയാണെങ്കിലും അദ്ദേഹവും തന്നെ ആദ്യം ഒരിക്കലും ബിംബത്തിന് ആരാധിക്കാത്ത മഹാന്മാരിൽപ്പെട്ടതാണ്. അതിന് പുറമെ ഇസ്ലാം പ്രത്യക്ഷപ്പെട്ട അന്നത്തെ ദിവസം തന്നെ വിശ്വസിച്ചവരും ആണ്. പിന്നെ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹയും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മൗമൂമായി നിസ്കരിക്കും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായും. പക്ഷെ വാപ്പാനെ പേടിയാപ്പോഴും അലിയാരിക്കേ. അങ്ങനെ ഒരു ദിവസം നിസ്കരിക്കാൻ നിൽക്കുമ്പോണ്ട് വാപ്പ അങ്ങനെ കയറി വരുന്നു. അതിൽ പേടിച്ച് നല്ല മാറി. ഞങ്ങൾ നിസ്കരിക്കാൻ നിന്ന് ഞങ്ങൾക്ക് പിന്നെ ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിസ്കരിക്കാൻ നിന്ന് ഹജാവിൽ നിന്ന് അവർ കുട്ടി ഇങ്ങനെ മാറിക്കുന്നത് കണ്ടപ്പം ഇയാള് അയക്കല്ലോ, എല്ലാം അറിയുന്ന മനുഷ്യനാണല്ലോ. അയാള് പറഞ്ഞു, മോനിക്ക് എന്തിനാ മാറി നിൽക്കുന്നത്, കൂടെ നിന്ന് നിസ്കരിച്ചു കൊടുക്കുക പറഞ്ഞു. സന്തോഷായി, എന്നെ പഠിക്കാറില്ലല്ലോ. ആപ്പാന്റെ നമ്മളെ പ്രകാരം തന്നെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അന്ന് മുതൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വീട്ടിന്റെയോ കുടുംബത്തിന്റെയോ മക്കളുടെ യാതൊരു പ്രശ്നവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം തന്നെ കൊടുക്കാതെ അക്കാര്യം 100% ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല സ്വന്തം തന്നെ ഏറ്റെടുത്തു. നബി തങ്ങൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവിടുന്ന് കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങൾ പോലും രാവിലെ പകലോ ആണെങ്കിൽ ഉണ്ടാവില്ല. ശാന്തമായ അന്തരീക്ഷം. എത്രമാത്രം ശ്രദ്ധ വേണം ഖദീജ ബീവി. ഇത്രയും മക്കളും ചെറിയ ആണും പെണ്ണുമായിട്ടുള്ള മക്കളും നിറഞ്ഞിരിക്കുന്ന വീടാണ്. ആ വീട്ടിൽ രാവോ പകലോ നബിതങ്ങൾ കയറി വന്നാൽ അവിടെ ഒരു ശബ്ദമോ ശല്യമോ ഒന്നുമില്ല. വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷം വീട്ടിൽ. അതോടുകൂടി തങ്ങളുടെ ആഗ്രഹങ്ങളെന്തോ താല്പര്യങ്ങളെന്തോ അതെല്ലാം ഒരു നിഴല് പോലെ നബിതങ്ങളെ പിന്തുടർന്നുകൊണ്ട് അതിന് ചെയ്തു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രബോധന രംഗത്ത് ഒരിക്കലും പ്രതിബന്ധമാവാതിരിക്കാൻ വേണ്ടി വീടിന്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് വീട് ശാന്തസുന്ദരമായി നിലനിർത്തിയത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായി കൊടുത്തൊരു സന്തോഷ വാർത്തയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിലേക്ക് ഭക്ഷണപാനീയാദികളുമായി ഹദിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല ചെല്ലുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഹാദിഹി ഖദീജത്തു ഖദ് ജാഅത് മഅഹാ ത്വാമുൻ വ ഇദാമുൻ വ ശറാബ്. അല്ലെങ്കിൽ ഔ ആണ് റിവായത്ത് ആട്ടെ, ഭക്ഷണവും പാനീയാദികളുമായി ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്രാ ഇദാ വരുന്നു നബിയെ. അവർക്ക് ലോകരക്ഷിത